ജോൺ വിക്ക് ചാപ്റ്റർ 4 ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ വെച്ച് മനസ്സ് തൃപ്തിയായെങ്കിലും അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സിനിമ കണ്ട് പുറത്തിറങ്ങി വന്നപ്പോൾ. പക്ഷേ സെക്കൻഡ് ടൈം when I watched ജോൺ വിക്ക് ചാപ്റ്റർ 4 ഒരുപാട് ഹിൻസ് ആൻഡ് ഗ്ലിംസ് ആ ഒരു ഫ്യൂച്ചറിനെ തന്നെ എങ്ങനെ എടുത്ത് കാണിക്കണം അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും വരാതിരിക്കുന്നതെന്ന് വ്യക്തമായി കാണിക്കുന്നൊരു സിനിമ തന്നെയാണ് ജോൺ വിക്ക് ചാപ്റ്റർ 4 എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ജോൺ വിക്ക് ചാപ്റ്റർ 4 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ സിനിമയെ ബന്ധപ്പെട്ട് ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്പോയിലർ അലർട്ടാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണരുത്. സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കാണാം. ചാപ്റ്റർ 4 കണ്ട എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യങ്ങളിലൊന്ന് ജോൺ വിക്ക് എന്ന ക്യാരക്ടർ മരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. കിയാനോ റീവ്സിൻ്റെയും ഡയറക്ടറായ ചാഡ് സ്റ്റഹൽസിയുടെയും. വ്യക്തമായൊരു ഉത്തരം ഇവർ ആരും തന്നെ കൊടുക്കുന്നില്ല. അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു പ്രേക്ഷകരെന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് എ പെർഫെക്റ്റ് ആൻഡ് ഫിറ്റിംഗ് എൻഡിങ് ഫോർ എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. എങ്ങനെയാണ് ആർതർ മോർഗൻ എന്ന ക്യാരക്ടറിന് RDR 2 ഒരു പെർഫെക്റ്റ് എൻഡിങ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ റോക്കി ബായ്ക്ക് KGF 2 ഒരു എൻഡിങ് കിട്ടിയത്, അതേപോലെ തന്നെ ജോൺ വിക്ക് എന്ന ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച എൻഡിങ്ങിലൊന്നാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടത്. ഡെത്ത് എന്നൊരു കാര്യം ഇന്നവിറ്റബിൾ ആണ്. അത് ഈ ഒരു ക്യാരക്ടറിന് നല്ല ആർക്കും തന്നെ സംഭവിക്കാതിരിക്കില്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഈ സിനിമയിൽ തന്നെ പല സമയത്ത് ഈ സാധനങ്ങളൊക്കെ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഫ്രാഞ്ചൈസിലുടനീളം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡെത്തിനെ ടീസ് ചെയ്തതായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 സിനിമകളിലും ഒരിക്കലും ഈ ഒരു ക്യാരക്ടർ മരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മരിച്ച് കഴിഞ്ഞതായിട്ടോ കാണിക്കുന്നില്ല. ഈ ഒരു സിനിമയിൽ മാത്രമാണ് അങ്ങനെ ഒരു സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ വേറൊരു സിനിമ വന്നില്ലെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ടാറ്റ ബൈ ബൈ കൊടുക്കാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സീനിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കം മുതലേ ഈ ഒരു ക്യാരക്ടർ എത്രയൊക്കെ ഓടിയാലും എങ്ങോട്ടൊക്കെ പോയാലും അവസാനം ഈ ഒരു ക്യാരക്ടറിന് അന്ത്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഡെത്ത് ഇദ്ദേഹത്തെ തേടിയെത്തുമെന്ന് തുടക്കം മുതലേ സിനിമ ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 സിനിമകളേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു സിനിമയിൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡെത്തിനെ എങ്ങനെ ടീസ് ചെയ്ത് ഈവൺ ആ ഒരു അവസാനത്തെ ഡയലോഗിലടക്കം ഈ ഒരു ജോൺ വിക്ക് എന്നൊരു ക്യാരക്ടർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഷാരോൺ എന്നൊരു ക്യാരക്ടറിന്റെ കല്ലറയിൽ നമ്മുടെ ആ ഒരു മാനേജർ ക്യാരക്ടർ ഫ്രണ്ട് എന്ന് ടാഗ് ലൈൻ കൊടുത്ത പോലെ ജോൺ വിക്കിന്റെ കല്ലറയിൽ ഒരു ലവിങ് ഹസ്ബൻഡ് എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജോൺ വിക്ക് എന്ന ക്യാരക്ടർ അവിടെ നിന്ന് വിടുവാങ്ങുന്നത് തന്നെ. അതിനുശേഷം ടേക്ക് മീ ഹോം എന്നൊരൊറ്റ ഡയലോഗ് മാത്രമാണ് ആ ഒരു ക്യാരക്ടർ പറയുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിന് ആ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നടത്തിയ ആ ഒരു ഫ്രീഡം ഫൈറ്റർ തന്നെയായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന് ഫ്രീഡം അദ്ദേഹം നേടിയെടുത്തു ആ ഒരു ഡ്യൂലിലൂടെ. ദെൻ ആ ഒരു പെർഫെക്റ്റ് ആൻഡ് ഫിറ്റിംഗ് എൻഡിങ്, ആ ഒരു കിഡിലൻ സൺറൈസ് കണ്ട് ആ ഒരു സ്റ്റേഴ്സിൽ ഇരുന്ന് ആ ഒരു ക്യാരക്ടർ ലൈഫ് എൻഡ് ചെയ്യുന്നതായിട്ടാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ, അല്ലെങ്കിൽ ഫാൻസ് എല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഓവറോൾ ആക്ഷൻസ് ഇനിയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുൾ ഓൺ ആക്ഷൻ മൂവി ആക്കാതെ ഇനി പല ക്യാമിയോസിലോ അല്ലെങ്കിൽ പല സ്പിൻ ഓഫുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്തിട്ട് കാണിക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണെങ്കിൽ നല്ലത്. അല്ലാതെ ആ ഒരു എൻ്റെയർ ആർക്ക് കംപ്ലീഷൻ ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയതെന്ന് പറയാം. ജോൺ വിക്ക് 1 മുതൽ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഇനി കാണാനുണ്ട്. ഒരുപാട് പ്രീക്വലുകളും സ്പിൻ ഓഫുകളൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടറിന് അപ്പിയർ ചെയ്യാം. പക്ഷേ എൻ്റെയർലി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു 4 ചാപ്റ്ററിലെ പ്രോപ്പർ ആർക്ക് കംപ്ലീഷനാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഡയറക്ടറായ ചാഡ് സ്റ്റഹൽസി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമ അവർ 2 പാർട്ടായിട്ട് പുറത്തിറങ്ങായിരുന്നായിരുന്നു. ചാപ്റ്റർ 4 and 5 ഒരുമിച്ച് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവഞ്ചേഴ്സിൻ്റെ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം കണ്ടത്, അതേപോലെ തന്നെ ഒരുമിച്ച് 2 പാർട്ടായിട്ട് പുറത്തിറങ്ങായിരുന്ന സിനിമയായിരുന്നു. പക്ഷേ പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് കോവിഡൊക്കെ കാരണമായിരുന്നു ഈ സിനിമ ഒറ്റ പാർട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്. പിന്നെ ഡയറക്ടർ അതിന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഈ 2 പാർട്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രഷർ അത് കുറച്ച് കൂടുതലാണ്. കാരണം ഒരുപാട് ടൈം എടുക്കും ഈ സിനിമകൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷെ ചെയ്യുന്ന ഒരൊറ്റ പടം വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ചാപ്റ്റർ 4 മാത്രമായിട്ട് ഇവർ ചുരുക്കിയത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടതാണ് എത്ര കിഡിലൻ സാധനമാണെന്ന്. ചാപ്റ്റർ 4 and 5 ആക്കാണ്ടിരുന്നത് നന്നായി. പക്ഷേ 4 and 5 വന്നാലും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അതിലൊന്നും തന്നെ പറയുന്നില്ല. ഒരു പക്ഷേ സെയിം എൻഡിങ് തന്നെയായിരിക്കും 5th പാർട്ടിൽ കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഇറ്റ്സ് എ പെർഫെക്റ്റ് എൻഡിങ്. പക്ഷേ നമുക്ക് പിന്നീടും കാണണം അതിനുള്ള വഴികൾ ഈ സിനിമ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഈ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടനവധി ക്യാരക്ടർ ജോൺ വിക്ക് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിൽ തന്നെ ആദ്യമായിട്ട് എൻക്രെഡിറ്റ് ഉള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ 4. ഇതുവരെ ഒരു എൻക്രെഡിറ്റും ഇല്ലാത്ത ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു എൻക്രെഡിറ്റ് സീൻ കാണിച്ചത് തന്നെ ഈ ഒരു ഫ്യൂച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഇത് കണ്ടില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും വെച്ച് ആ ഒരു ഫ്രാഞ്ചൈസ് തന്നെ അവിടെ നിലനിൽക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ കാണണം, അല്ലെങ്കിൽ കിയാനോ റീവ്സിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി തന്നെ വിചാരിക്കണം. കാരണം ലയൺസ് ഗേറ്റിൻ്റെ കയ്യിലാണ് ഇതെല്ലാം. ലയൺസ് ഗേറ്റ് എന്ന ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ വലുതായി കിടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ബോക്സ് ഓഫീസ് ബഡ്ജറ്റുകളൊന്നും വാരിക്കൂട്ടാത്ത വലിയ ഹിറ്റുകളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് പറയാം. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീട് തന്നെയാണ് ഈ ഒരു ജോൺ വിക്ക് എന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെ. അൺഎക്സ്പെക്റ്റഡ് ഹിറ്റായിരുന്നു ഈ ഒരു സിനിമയും ഈ ഒരു ഫ്രാഞ്ചൈസും തന്നെ. സോ അവർക്ക് ഇത്രയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിലെ മറ്റ് സിനിമകൾ ഒരു പക്ഷേ ഇനി സ്പിൻ ഓഫുകളും പ്രീക്വലുകളൊക്കെ
വർക്കായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ചാപ്റ്റർ 5 തിരിഞ്ഞു നോക്കാൻ അവരെന്തായാലും ശ്രമിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ പെർഫെക്റ്റ് എൻഡിങ്. അവർ ആർക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോഴാണ്. ഇനി ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറെ മാറ്റി വെച്ചാലുള്ള മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഫ്യൂച്ചറൊക്കെ നോക്കിയാൽ ഓൾറെഡി ബെല്ലറീന എന്ന് പറഞ്ഞൊരു സ്പിൻ ഓഫ് മൂവി ഒരു കൺഫേം ചെയ്തിട്ടുണ്ട്. അന്ന ഡി ആർമസ് പ്രധാന വേഷത്തിൽ എത്തുന്ന നമ്മൾ ചാപ്റ്റർ 2 കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ക്യാരക്ടർ സ്വാപ്പ് ഉണ്ട് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ബെല്ലറീന എന്നൊരു മൂവി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഫ്രാഞ്ചൈസിനായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്ന ഒരു ഡയറക്റ്റ് സ്പിൻ ഓഫ് ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ആ ഒരു ക്യാരക്ടറിന് റിവെഞ്ച് നേടിയെടുക്കുന്നു, അതിന് കിയാനൂ റീവ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ജോൺ വിക്ക് അടക്കമുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ സഹായിക്കും എന്നൊക്കെ ആയിരിക്കും ആ ഒരു സിനിമയിൽ എടുത്ത് കാണിക്കുക. സോ കിയാനൂ റീവ്സ് എങ്ങനെ പോയാലും ആ ഒരു സിനിമയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് തന്നെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പിൻ ഓഫുകളിൽ ഒന്നായിരിക്കും ഒരു പക്ഷേ ബെല്ലറീന എന്ന സ്പിൻ ഓഫ്. ഇത് കഴിഞ്ഞ് കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞൊരു പ്രീക്വൽ സീരീസ് കൂടി വരാതിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടുള്ള ഇയാൻ മക്ഷൈൻ്റെ വിൻസ്റ്റൺ എന്ന ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് ആ ഒരു ഹോട്ടലിൽ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ് ഈ ഒരു അണ്ടർവേൾഡിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു 3 പാർട്ട് സീരീസ് ആയിരിക്കും ഈ ഒരു കോണ്ടിനെന്റൽ സീരീസ്. പീകോക്കിലൂടെ ഡയറക്റ്റ് ഈ വർഷം തന്നെയാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഈ 2 സിനിമയും സീരീസൊക്കെ തന്നെ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ പുറത്തിറങ്ങാനിരിക്കുന്നുണ്ടെന്ന് പറയാം. ഈ ഒരു സീരീസിൽ നമുക്ക് കൂടുതലായിട്ട് ഈ വിൻസ്റ്റണും ഈ ഷാരോണും തമ്മിലുള്ള കെമിസ്ട്രി എന്താണെങ്കിൽ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നൊക്കെ കൂടുതലായിട്ട് ഒരു പക്ഷേ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചേക്കാം. കാസ്റ്റ് ചേഞ്ച് ഉണ്ടാവും, കാരണം കുറച്ച് പഴയ കാര്യങ്ങളായിരിക്കും കാണിക്കുക, ഏകദേശം 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ളത്. സോ ഈ കോണ്ടിനെന്റൽ തന്നെ ഈ ബെല്ലറീന ഇത് രണ്ടുമാണ് കൺഫേം ചെയ്തിട്ടുള്ള 2 സ്പിൻ ഓഫുകൾ, ഒന്ന് സീരീസും ഒന്നൊരു മൂവി. ഇത് കൂടാതെ ഈ ഒരു സിനിമയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിന് വെച്ചും ഒരുപാട് സ്പിൻ ഓഫുകളും പ്രീക്വലും സീക്വലുകളൊക്കെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസ് എങ്ങനെ പരത്തിയെടുക്കാം. ഈ ഒരു സിനിമയുടെ എൻക്രെഡിറ്റ് തന്നെ വളരെയധികം പ്രോമിസിംഗ് ആണ്. ഈ ഒരു ചാപ്റ്റർ 4 നമ്മൾ അവസാനം കണ്ടത് ടോണിയൻ്റെ കെയ്ൻ എന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു നിൽക്കുന്ന ഒരു ഡ്യുവൽ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് അക്കീർ എന്നൊരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടറിനെ ഫേസ് ഓഫ് ചെയ്യുന്നതെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു എൻക്രെഡിറ്റ് സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ തന്നെ ഈവൻ ഡോണിയൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ മൂവിയാണെങ്കിൽ പുറത്തിറക്കാം, അക്കീർ എന്നൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു സിനിമ പുറത്തിറക്കാം. ഇങ്ങനെ എൻലെസ് പോസിബിലിറ്റീസ് ആണ്. ഇത് കൂടാതെ ഈ സിനിമയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ക്ലാൻസി ബ്രൗണിന്റെ ഹാർബിഞ്ചർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു സീക്വൻസിൽ ആ ഒരു കോണ്ടിനെന്റൽ ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫിംഗർ ഇല്ല. ഇപ്പൊ എങ്ങനെയാണോ കിയാനൂ റീവ്സിന്റെ ജോൺ വിക്ക് ചാപ്റ്റർ 3 അദ്ദേഹത്തിന് ഫിംഗർ എൽഡറിന് മുമ്പിൽ വെട്ടിയെടുത്തത്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്ത് സാക്രിഫൈസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരധികം ആകാംക്ഷ ഉണ്ടാവും ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക്. സോ ഇത്തരത്തിൽ ചെറിയ കുറേ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് ചാപ്റ്റർ 4 അവസാനിപ്പിച്ചത്. ഇതുകൂടാതെ ഹീറോയ്ക്ക് സനോയുടെ ക്യാരക്ടറും ദെൻ ഡോണിയൻ്റെ കെയ്ൻ എന്നൊരു ക്യാരക്ടറും അവർ തമ്മിലുള്ള ഡുവൽസ് ഒക്കെ നമ്മൾ ഈ സിനിമയിൽ കണ്ടെങ്കിലും അവർ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് എന്താണ്, അവരുടെ ഹിസ്റ്ററി എന്താണെന്ന് വ്യക്തമായിട്ട് വേണമെങ്കിൽ ഒരു സിനിമയായിട്ട് തന്നെ കാണിക്കാം. ദെൻ ഈ ഒരു ചാപ്റ്റർ 4 തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ഒന്നായിരുന്നു ഷമീർ ആൻഡേഴ്സിന്റെ ട്രാക്കർ എന്നൊരു ക്യാരക്ടർ. ഈ ഒരു ട്രാക്കേഴ്സിനെ ഒന്നും നമ്മൾ ഇതിനു മുമ്പ് എവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തുള്ള ഒരു ബൗണ്ടി ഹണ്ടേഴ്സ് ആയിരുന്നു ഈ ഒരു ട്രാക്കേഴ്സ്. സോ അവരുടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള മൂവീസ് ഈ ഒരു 1-2 ട്രാക്കേഴ്സ് തന്നെ നേരിട്ട് വന്നാൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഓപ്പോസിറ്റ് വന്നാൽ എന്തായിരിക്കും. ഈവൻ നെക്സ്റ്റ് ജോൺ വിക്ക് പോലെ തന്നെ ആക്കാൻ വേണമെങ്കിൽ ഈ ഒരു ട്രാക്കർ എന്ന ഈ ഒരു ഷമീർ ആൻഡേഴ്സിന്റെ ക്യാരക്ടറിനെ ദെൻ ലോറൻസ് ഫിഷ്ബറിന്റെ ബൗറി കിങ് എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പിൻ ഓഫ് കൊണ്ടുവരാം. ദെൻ ചാപ്റ്റർ 1-3 നമ്മൾ കണ്ടിട്ടുള്ള കാസിയൻ, ഒറീലിയോ, ഹാലിബെറിയുടെ സോഫിയ, ജെറോം ഫ്ലിന്റെ ബെറാഡ തുടങ്ങി നിരവധി എക്സെപ്ഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈച്ച് ആൻഡ് എവരി വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മൂവീസും സെപ്പറേറ്റ് ആയിട്ടുള്ള സീക്വൽസുകളും പ്രീക്വൽസുകളും സീരീസുകളും തന്നെ കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഒറ്റ ഫ്രാഞ്ചൈസിൽ എന്ന് ഈ ഒരു ചാപ്റ്റർ 4 തന്നെ വ്യക്തമായിട്ട് പ്രോമിസ് ചെയ്യുന്നു. കൂടാതെ ഈ ഒരു ചാപ്റ്റർ 4 ഹൈ ടേബിളിൽ ഏക മെമ്പറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതില്ലാതെയും 12 മെമ്പേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരൊക്കെ ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ തന്നെ വേണം ഒരു കൂട്ടം സിനിമകൾ. ഇതിനെല്ലാം ഉപരിയായിട്ട് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു അണ്ടർവേൾഡ് സൊസൈറ്റി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രീക്വൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ ഏകദേശം ഒരു 10, 100, 200 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പീരീഡ് ബേസ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈവൻ ഈ RDR 2 കാര്യം പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാം, അപ്പോൾ ഉപയോഗിക്കുന്ന വെപ്പൺസും അപ്പോൾ ഉപയോഗിക്കുന്ന അസാസിൻസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ജോൺ വിക്ക് എന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യങ്ങർ വെർഷനിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഇമ്പോസിബിൾ ടാസ്ക്, ആ ഒരു ഒറ്റ നൈറ്റ് കൊണ്ട് അദ്ദേഹം ഈ ബാബയാഗയായി മാറിയ ആ ഒരു ഇമ്പോസിബിൾ ടാസ്ക് എന്താണെന്ന് കാണിക്കാൻ തന്നെ വേണമെങ്കിൽ ഒരു പ്രീക്വൽ മൂവി തന്നെ പുറത്തിറക്കാം. സോ ഇത്തരത്തിൽ കണ്ട ഒരു ഒറ്റ ഇൻക്രെഡിറ്റ് മാത്രമല്ല ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ജോൺ വിക്ക് എന്ന ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫ്യൂച്ചർ. സോ
അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമ്മളൊരു ഒരുപാട് കണ്ടൻസ് ഇതിൽ നിന്ന് കാണുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഒരു പക്ഷേ കിയാനോ റീവ്സിൻ്റെ ജോൺ വിക്ക് എന്നൊരു ക്യാരക്ടറിനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഫുൾ ഓൺ ആയിട്ടൊരു മൂവിയിൽ ആക്ഷൻ മൂവിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ ലെഫ്റ്റ് ഓവർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസ് തന്നെ നിർത്തിയിട്ടുള്ളത്. സോ ഇറ്റ്സ് എൻലെസ് പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു ജോൺ വിക്ക് എന്ന ക്യാരക്ടറും റിട്ടേൺ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പല സിനിമകളിലും വേണമെങ്കിൽ ക്യാമിയോസ് ആയിട്ട് അപ്പിയർ ചെയ്യാം. സോ ഇതാണ് ജോൺ വിക്ക് എന്നൊരു ചാപ്റ്റർ 4 അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജോൺ വിക്കിൻ്റെ ചാപ്റ്റർ 5 വരുമോ? അല്ലെങ്കിൽ എൻ്റെ ഇയർലി കിയാനോ റീവ്സിൻ്റെ ജോൺ വിക്ക് എന്നൊരു ക്യാരക്ടറെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സിനിമ കൂടി ഇനി പുറത്ത് വരുമോ? അതോ ഇത്തരത്തിലുള്ള ക്യാമിയോ അപ്പിയറൻസുകൾ മാത്രമായിരിക്കും ഈ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.